ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ബ്ലാക്ക് മീയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അത്ഭുത കിണ്ടിയായിട്ടാണ്. നിങ്ങൾ വീടിൻ്റെ ഫസ്റ്റ് കണ്ടു കാണും. അപ്പോൾ അതേപോലത്തെ ഒരു അത്ഭുത കിണ്ടിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ട് ബെല്ലൈക്കൺ ഓണാക്കി വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പം വേറെ വീഡിയോ കിട്ടല്ലോ. പോവാം. ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ഇതേപോലത്തെ അടിപൊളി ഒരു ട്യൂബ് എടുത്തിട്ടുണ്ടോ കേടായത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ടോപ്പ് പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അഴിച്ചെടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, കെയറായിട്ട് തന്നെ ഇതിങ്ങനെ ഈ മുകളിലത്തെ ഈ സാധനം വലിച്ചു കൊടുത്തത് ഇങ്ങനെ ഐസ് പൊട്ടി വരും. കണ്ടില്ലേ, ഇതിൻ്റെ കാലിലെ കുത്തിക്കറ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഒരു പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ തകിടിൻ്റെ ഈ വശങ്ങളും കൂടി അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. ഈ ഒരു ഭാഗം കൂടി നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചോണ്ട് എടുക്കാൻ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ഒരു മുകളിലത്തെ ഈ സാധനം കൂടി പൊട്ടിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഒരു ഗ്യാസൊക്കെ വരും. അത് നമ്മൾ നോക്കണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ പോകണതാണ്. നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഐസിനിങ്ങനെ പൊട്ടിച്ചെടുക്കാം. അതായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇത് പൊട്ടിക്കുമ്പോഴൊക്കെ നമ്മളെന്ത് ചെയ്യാം, കാലുമലൊക്കെ കുത്തി കയറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അടുത്ത വശം പൊട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് കുറച്ച് മണലിട്ട് കൊടുക്കാം. അല്ലേ, കൂടുതൽ വെച്ച് ഇങ്ങനെ തിക്കി കൊടുത്തിട്ട് കുറച്ച് മണലിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ളൊന്ന് ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇങ്ങനെ ആക്കിയാൽ മതി. ഈ രീതിയിൽ ആക്കി എടുത്തിട്ട് ഇതിനുള്ളിലത്തെ ആ ഫ്ലൂറസെൻ്റ് ഒക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ ഗൈസ്, ഈ വെള്ളം പ്രകൃതിക്ക് ദോഷമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കപ്പിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ കിണ്ടി ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയാണ്. ഏകദേശം 75 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കിണ്ടിയിൽ നമുക്കൊരു പരിപാടി ചെയ്യണം. നമുക്ക് ഈ കിണ്ടിയിലേക്ക് ഈ എൻഡ് ഗ്യാപ്പ് കാണുന്ന വിധത്തിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ എൻഡ് ഗ്യാപ്പ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ പിടിപ്പിച്ച് വെച്ചിരിക്കണം. കണ്ടില്ലേ, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എൻഡ് ഗ്യാപ്പ് നമ്മൾ പിടിപ്പിച്ചെടുക്കുക. നേരത്തെ മഴ പെയ്തുകൊണ്ട് ഈ ഷോട്ട് നമ്മൾ അകത്തുനിന്ന് എടുത്തത്, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ബാക്കി നിൽക്കുന്ന ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കഴിച്ച് നമ്മൾ MC-യിലേക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹോള് കാണുന്ന ആ ഭാഗത്ത് നമുക്ക് MC-യിൽ അടിച്ച് കൊടുക്കാം. അത്ര ഫിക്സ് ആയിട്ടൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഉറപ്പിച്ച് തന്നെ MC-യിൽ അടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ MC-യിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതൊന്ന് ഉണങ്ങി എടുക്കട്ടെ. അപ്പോൾ കഴിച്ച് നമ്മൾ അടുത്തായിട്ട് നമ്മളെ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ കുറച്ച് MC-യിൽ എടുത്തിട്ടുണ്ട്. ഈ MC-യിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഇതിൽ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ അളവിൽ നമുക്ക് കറക്റ്റ് MC-യിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ഇത്രയും MC-യിൽ എടുക്കുന്നില്ല കേട്ടോ, ഇച്ചിരി MC-യിൽ എടുക്കുന്നുള്ളൂ. നമ്മൾ ഈ ലെവലിൽ ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ 2 സൈഡിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 സൈഡിൽ നമ്മൾ ഗ്യാപ്പ് ഇടണം കേട്ടോ. ഇത് കൂടെയാണ് നമ്മുടെ വെള്ളം നമ്മൾ പുറത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം കൂടി നമുക്ക് MC-യിൽ ചേച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇത് 2 സൈഡിൽ നമ്മൾ MC-യിലാക്കിയിട്ട് ഇനി നമ്മുടെ കിണ്ടി എടുക്കാം. അതിന് എന്ത് ചെയ്യാം, ഇത് കറക്റ്റ് ഈ എൻഡ് ഗ്യാപ്പിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി വിധത്തിൽ ഇത് ഫിക്സ് ചെയ്ത് ഓവർ ഇറങ്ങി പോകരുത്. ഇത് ഓവർ ഇറങ്ങി പോവാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പം അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ വേണം നമ്മളിത് ഫിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലും കൂടി MC-യിൽ അടിച്ചു കൊടുക്കാം. ഇത്രയും വെയിറ്റുള്ള കിണ്ടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ MC-യിൽ അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക, അവിടെ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇത്രയും നിൽക്കണ്ട, നമുക്ക് ഈ ലെവൽ മതി. അപ്പം ആ ഭാഗത്ത് നമ്മൾ MC-യിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഇന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്തായിട്ട് ഇതേപോലത്തെ ഒരു ബേസിൻ ആവശ്യമാണ്. ഇത് നമുക്ക് ഇവിടെ കുഴിച്ചിടാം. അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ നമുക്ക് ഉറപ്പിച്ച് കൊടുക്കാം മണ്ണിട്ടിട്ട്. അടുത്തായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു അടിപൊളി മോട്ടർ എടുത്തിട്ടുണ്ട്. ഏകദേശം 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലഗ് ആയിട്ട് ഇതിന് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ 2800 RPM വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. സാധാരണ മോട്ടറിനെ അപേക്ഷിച്ചത് 50 ഹെഡ്സ് ഉണ്ട് സംഭവം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കണക്ട് ചെയ്തെടുത്ത ട്യൂബിലേക്ക് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ വാട്ടർ പമ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ട്യൂബും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് നമ്മളിത് കണക്ട് ചെയ്തെടുക്കാൻ പോണേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് ചെയ്യാം MC അടിച്ചു. അപ്പോൾ കഴിച്ചു നമ്മുടെ ഈ സാധനം ഒട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ച് നമ്മുടെ ബേസിലേക്ക് തൊട്ട് ചേർക്കാം. നമ്മൾ കുറച്ച് നേരം ഗ്ലൂ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഒക്കെ ഏകദേശം ഒട്ടി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് കുറച്ച് സപ്പോർട്ടിനായിട്ട് നമുക്ക് കുറച്ച് കല്ലുകൾ വെച്ച് കൊടുക്കാം. നല്ല ഡിസൈനൊക്കെ ഉള്ള കല്ലുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആദ്യം തന്നെ അപ്പുറത്തെ വശത്ത് നമുക്ക് കല്ല് വെച്ച് കൊടുക്കാം. ഈ കല്ല് വെക്കുമ്പം നമ്മുടെ ഈ ട്യൂബ് പൊട്ടാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് തൈ സപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഈ അപ്പുറം കൂടി നമുക്ക് കല്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം അടുത്ത വഴി അതാണ്, നമുക്ക് നോക്കാനേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെല്ലാം വെച്ച് ഇവിടെ സെറ്റപ്പ് ആക്കി ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം.
നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരും കമൻറ്റ് നമുക്ക് വളരെ വിലപ്പെട്ടാണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ബൈ ബൈ. ദുരന്തമായി ഒന്നുകൂടി പറയാം.